ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുണ്ട്, മോശമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. ഇത് തമ്മിലൊരു ബാലൻസിങ് ഉണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങൾ, വ്യായാമക്കുറവൊക്കെ ഈ നല്ല ബാക്ടീരിയകൾ കുറയ്ക്കുകയും അഴുക്ക് ബാക്ടീരിയകൾ കൂട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കും. അപ്പം നല്ല ബാക്ടീരിയ വരുന്ന നമ്മുടെ ഗട്ട് ഫ്ലോറ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ തൈര്, പാല്, മോര്, ഉള്ളി ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ രീതികൾ നമുക്ക് നമ്മുടേതായ ഒരു പാരമ്പര്യമുണ്ട്. അതിൽ നിന്നുള്ള പെട്ടെന്നുള്ള പെട്ടെന്നുള്ള ഭക്ഷണത്തിൽ നിന്നുള്ള മാറ്റം നമ്മുടെ അഴുക്ക് ബാക്ടീരിയ അളവിനെ കൂട്ടും. ഇത് പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പുരുഷന്മാരിൽ ബീജാണുക്കൾക്ക് ഇൻഫെക്ഷൻ വരാനും നമ്മുടെ ബീജാണുക്കളുടെ ചലനശേഷി കുറയാനും പ്രത്യുൽപാദന ശേഷി കുറയാനും കാരണമാണ്. അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ, ബിയറിൻ്റെ ഉപയോഗം, സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഡ്രിങ്ക്സ്, ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ നമ്മുടെ ഈ അഴുക്ക് ബാക്ടീരിയയുടെ ഉൽപ്പാദനം കൂട്ടുകയും അഴുക്ക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ കെമിക്കലുകൾ നമ്മുടെ ബീജത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഭക്ഷണ രീതിയിലും വ്യായാമത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നല്ല ബാക്ടീരിയകൾ അടങ്ങിയ ഗുളികകൾ കഴിക്കുന്നത് സഹായകരമാണ്. ഇതിനെയാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് നമ്മളൊരു 10 ആഴ്ചയൊക്കെ കൊടുക്കുമ്പം ഇങ്ങനെയുള്ളവരിൽ നല്ല മാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്.